കഴിഞ്ഞ ആഴ്ച ഏത് ടോപ്പിക്കായിരുന്നു പഠിച്ചത് നിങ്ങൾക്ക് അറിയാമോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏത് ടോപ്പിക്കാണ് പഴയ കുട്ടികൾ അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്തവർ കേട്ടോ. അപ്പം ഏത് ടോപ്പിക്കായിരുന്നു? അനാലജി എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാലജിയിൽ? 3 ടൈപ്പ് ഓഫ് അനാലജി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വെർബൽ അനാലജി ഉണ്ട്, ലെറ്റർ അനാലജി ഉണ്ട്, നമ്പർ അനാലജി ഉണ്ട്. അതിൽ വെർബൽ അനാലജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു അല്ലേ? ദെൻ ഈ ആഴ്ച നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ് ലെറ്റർ അനാലജി എന്നാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളതുണ്ട്. പക്ഷെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ദെൻ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ആദ്യം നമ്മൾ എന്താണ് ലെറ്റർ അനാലജി, എങ്ങനെയാണ് ലെറ്റർ അനാലജി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ അനാലജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നത് എന്താണ്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് അല്ലേ അനാലജി എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. അതുവഴി നമുക്ക് നെക്സ്റ്റ് ഒരു പേര് തന്നിട്ടുണ്ടാവും, അതിൻ്റെ റിലേഷൻ നമുക്ക് കിട്ടും. പുതിയ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അവർക്കും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒന്നും കൂടി എടുത്ത് പറയുന്നത്. അപ്പം ഒരു 2 പെയർ ഓഫ് ഇത് തന്നിട്ടുണ്ടാവും, ലെറ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സോ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് പെയറിൻ്റെ റിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം അതാണ് അനാലജി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് പോകാം. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അനാലജി എന്ന് പറഞ്ഞ ഹെഡിങ്ങിലല്ല ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വരാം. നിങ്ങൾക്ക് എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്നില്ല, ആദ്യത്തെ 2 വാക്കുകൾ ഒരു പ്രത്യേക ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. മൂന്നാമത്തെ വാക്കിനെ അതിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ വാക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2018 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പേജ്, ബുക്ക്, ദെൻ സോൾജിയേഴ്സ്. അതായത് പേജ്, ബുക്ക്, സോൾജിയേഴ്സ് അല്ലേ. പേജും ബുക്കും തമ്മിലുള്ള അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ എടുത്തിടാൻ കാരണം. ദെൻ പേജും ബുക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കുറേ പേജുകൾ ചേർന്നാണ് അല്ലേ നമ്മൾ ബുക്ക് എന്ന് പറയുന്നത്. കുറേ നമ്പർ ഓഫ് പേജസ് ചേർന്നാണ് നമ്മൾ ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കുറേ സോൾജിയേഴ്സ് ചേർന്ന ഇതിന് എന്താണ് നമ്മൾ പറയുന്നത്? കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ശ്രദ്ധിച്ചവരൊക്കെ വേഗം ആൻസർ ചെയ്തോളൂ. വേഗം ആൻസർ ചെയ്തോളൂ. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. നമ്മൾ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എടുത്തിട്ടത്. അതായത് ബുക്ക്, പേജ്, കുറേ പേജസ് ഉണ്ടല്ലേ, പേജ്, ബുക്ക്. അപ്പം കുറേ പേജസ് ചേർന്നാണ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ സോൾജിയേഴ്സ് ചേരുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് അല്ലേ നമ്മളുടെ ഇവിടുത്തെ ആ റിലേഷൻ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിരുന്നു. അപ്പോൾ ഏതാണ് കുറേ സോൾജിയേഴ്സ് ചേരുന്നതിന് ഏതാണ് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്? റെജിമെൻ്റ് എന്നാണ് കേട്ടോ പറയണത്. കുറേ സോൾജിയേഴ്സ് ചേർന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് എന്ന് പറയുന്നത് റെജിമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ റെജിമെൻ്റ് ആണ്. അപ്പം ഞാനത് കഴിഞ്ഞ ആഴ്ച ഇതായിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടോ ഇത് വീണ്ടും എടുത്തിടാൻ കാരണം. ഇതിൻ്റെ ആൻസർ എന്താണ്? റെജിമെൻറ്റ്. ഇത് മറക്കരുത് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ദെൻ നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യാം, ഒരു പേജും ബുക്കും ഒക്കെ ആയിട്ട് വേണം കേട്ടോ ഇരിക്കാനായിട്ട്. നമ്മൾ ലെറ്റർ അനാലജി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബുക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ആൻസേഴ്സ് വേഗം ഫാസ്റ്റായിട്ട് പറഞ്ഞാലാണ് നമുക്കത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അത് വെറുതെ ഇരിക്കുകയാണോ എന്ന് മിസ്സിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് വേഗം പറയണം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ബുക്കും പേനയും ഒക്കെ എടുത്തോളൂ കേട്ടോ. വേഗം ആവട്ടെ, ബുക്കും പേനയൊക്കെ നിങ്ങൾ എടുത്തോളൂ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലെറ്റർ അനാലജിയിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുക്കാം. അതിനുശേഷം ഇങ്ങനെ ABCD എന്ന് നമ്മളിങ്ങനെ എഴുതാം. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും എഴുതിയോ? ഈ ABCD അപ് ടു Z വരെ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ബുക്കോ എടുത്തിട്ട് നിങ്ങൾ എഴുതുക. അതിനുശേഷം ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. എല്ലാവരും എടുത്തോ? ബുക്കും പേനയൊക്കെ എടുത്ത് ABCD അപ് ടു Z വരെ എഴുതാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ റഫ് പേജ് ഉണ്ടാവും കേട്ടോ, ലാസ്റ്റ് പേജ്. അപ്പം അവിടെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അപ്പം നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ,
ക്യാപ്റ്റൻ അല്ല കേട്ടോ ആൻസർ. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ക്യാപ്റ്റൻ അല്ല ആൻസർ, റെജിമെൻ്റ് ആണ് കേട്ടോ. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിന് നമ്മൾ എന്താ പറയുക? റെജിമെൻ്റ് എന്നാണ് കേട്ടോ പറയുക. ക്യാപ്റ്റൻ ഒരാളല്ലേ? ഓക്കെ. അപ്പം എല്ലാവരും ബുക്കിൽ ഇതൊക്കെ എഴുതിയോ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും എഴുതി എന്ന് തോന്നുന്നു കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ABCD അപ് ടു Z വരെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ടാസ്ക് ആണല്ലേ. അപ്പം എഴുതി. ഓക്കെ, വെരി ഗുഡ്. കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എഴുതിയെന്ന്. ഓക്കെ, ബാക്കി എല്ലാവരും എന്താ ആക്റ്റീവ് അല്ലാതെ? എല്ലാവരും ആക്റ്റീവ് ആവും കേട്ടോ. എങ്കിലാണ് എനിക്ക് എടുക്കാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. നിങ്ങൾ എനർജി തരുമ്പോഴല്ലേ എനിക്ക് എടുക്കാനായിട്ട് ഒരു ഇതുണ്ടാവുള്ളൂ. നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ എത്ര നേരമായിരിക്കും നിങ്ങളോട് സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ആർക്കെങ്കിലും അറിയാമോ അതിൻ്റെ ആൻസർ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാമെന്ന് തോന്നുന്നു അല്ലേ? ലെറ്റർ അനാലജി. അപ്പോൾ കുറച്ച് ലെറ്റേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ആ ലെറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അപ്പം നമ്മൾ ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ ബുക്കിൽ, എന്ത് ABCD അല്ലേ? ABCD എന്ന് നിങ്ങളൊരു ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങളിങ്ങനെ എഴുതി കാണും അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ റിലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കണം. നമ്മളുടെ റിലേഷൻ എങ്ങനെയാണ്? HIJ. എവിടെയാണ് H എടുക്കുന്നത്? HIJ ഇവിടെ ഉണ്ട് അല്ലേ J? അപ്പോൾ ഈ 3 എണ്ണമാണ് ആദ്യത്തെ ഇത് തന്നിരിക്കുന്നതിനകത്ത്. HIJ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? MNO. എവിടെയാണ് MNO? 2 എണ്ണം വിട്ടിട്ട് അല്ലേ? MNO 2 എണ്ണം വിട്ടിട്ട് MNO എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിലേഷൻ. ദെൻ RST. എവിടെയാണ് RST? യെസ്, R ഇവിടെ ഉണ്ട്. ദെൻ ST എവിടെയുണ്ട്? ദെൻ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പം ഈ RST കഴിഞ്ഞിട്ട് എത്ര എണ്ണം വിടണം? ഇവിടെ ഇവർ 2 എണ്ണം വിട്ടിട്ടാണ് അല്ലേ MNO എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2 എണ്ണം വിടണം. ഇത് രണ്ടും വിട്ടിട്ട് അടുത്ത 3 അല്ലേ? WXY. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത്? WXY. എസ്, ഓപ്ഷൻ A WXY. നിങ്ങൾക്ക് കിട്ടിയോ? എത്ര പേർക്ക് കിട്ടി ആൻസർ? ഈസിയാണോ? WXY എന്ന ആൻസർ എത്ര പേർക്ക് കിട്ടി? ഈസിയാണോ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് എങ്ങനെയാണ് നമ്മൾ ലെറ്റർ അനാലജി പഠിക്കുന്നത്. ഓക്കെ, ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇത് മാത്രമല്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ക്ലിയർ ആയില്ലേ? പുതിയ കുട്ടികൾക്കും പഴയ കുട്ടികൾക്കും ഒക്കെ ക്ലിയർ ആയില്ലേ? ഇത് പുതിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഇതിലേക്ക് പോകാം കേട്ടോ. അടുത്ത ഇതിനകത്തേക്ക് പോകുമ്പോൾ യെസ്, ഇത് വേഗം ചെയ്യാൻ പറ്റുമോ? വേഗം ചെയ്തോളൂ കേട്ടോ. അറിയാവുന്നവർ വേഗം കമൻറ്റ് ഇടുക ചാറ്റ് ബോക്സിൽ. ദെൻ വേഗം ചെയ്തോളൂ കേട്ടോ. എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇതിൻ്റെ ആൻസർ. അറിയില്ലാത്ത കുട്ടികൾ വിഷമിക്കേണ്ട, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പം AP നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? പുതിയൊരു പേപ്പർ എടുത്ത് എന്ത് ചെയ്യുക? ഫുൾ ആൽഫബറ്റ്സ് എഴുതിയിടുക.
കിട്ടിയോ ഇതിൻ്റെ ആൻസർ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ആൻസർ എന്ന് തോന്നുന്നു കേട്ടോ. ദെൻ കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മതി, നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, ദെൻ ഇതെങ്ങനെയായിരിക്കും ചെയ്യാം? ACE എവിടെയാണ്? ACE ഇവിടെ തന്നിട്ടുണ്ട്, ACE എന്ന് തന്നിട്ടുണ്ട്. അതായത് ഒന്ന് ഇടപെട്ടിട്ടാണല്ലേ ഇവർ ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്, ACE. ദെൻ നെക്സ്റ്റ് എന്താണ്? BDFS. അതെവിടെയാ? BDF. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ഇവരുടെ റിലേഷൻ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ GIK, അപ്പം എന്തായിരിക്കും അതിൻ്റെ ഒരു നെക്സ്റ്റ് പെയർ എന്തായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പം എന്തായിരിക്കും ഇവിടെ A കഴിഞ്ഞിട്ട് അല്ലേ, ആദ്യം A കഴിഞ്ഞിട്ട് B ആയിരുന്നു അല്ലേ എടുത്തത്. അപ്പോൾ G കഴിഞ്ഞിട്ട് എന്താ എടുക്കുക നമ്മൾ? ഓക്കെ, G കഴിഞ്ഞിട്ട് എന്താ എടുക്കാം? H ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ H, പിന്നെന്താ HJL, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? HJL. ഓപ്ഷൻ A ആണ് ആൻസർ അല്ലേ. ഇതൊന്നുമല്ല ആൻസർ, ഒരൊറ്റ ഓപ്ഷനാണ് HJL. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. എത്ര പേർക്ക് കിട്ടി? ഓക്കെ, എത്ര പേർക്ക് കിട്ടിയതോ? ഈസി അല്ലേ ഇതോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആയാലും നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. ദെൻ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് പറഞ്ഞോളൂ. വേഗം ആൻസർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വേഗം ആൻസർ കമൻറ്റ് ചെയ്തോളൂ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദെൻ എങ്ങനെയാണ് ആൻസർ വരിക എന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ. ഈസിയാണ്. ഓക്കെ, ദെൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞോ നിങ്ങളുടെ ആൻസർ? നിങ്ങളുടെ ആൻസേഴ്സ് കഴിഞ്ഞോ? കിട്ടിയോ ഇതിൻ്റെ ആൻസർ? കിട്ടിയോ? കിട്ടിത്തുടങ്ങിയോ നിങ്ങൾക്കൊക്കെ? ആൻസർ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അറിയാത്ത കൂട്ടുകാർക്ക് നമുക്ക് എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതെന്താണ്? ZYX ആണ് ഇവർ തന്നിരിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം? എവിടെയാണ് ZYX എന്ന് നോക്കാം. ഇതിന് ഇവിടെ ആയിട്ടാണ് അല്ലേ. അപ്പം ഇതെങ്ങനെയാണ് പോണത്? ബാക്ക്വേർഡ് ആണല്ലേ ഇതിൻ്റെ ഡയറക്ഷൻ പോകുന്നത്. ZYX എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡാണ്. ഇതിന് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? WVU എന്നാണ് പറഞ്ഞിരിക്കുന്നത്. WVU. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ അല്ലേ. അപ്പോൾ TSR എങ്ങനെയായിരിക്കും എന്നാണ്. TSRന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണെന്നുള്ളതാണ്. അത് നെക്സ്റ്റ് അടുത്ത് കിടക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ. തൊട്ടടുത്ത് കിടക്കുന്ന QPO ആയിരിക്കില്ലേ. അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതിയാൽ മതി. QPO എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? QPO ഓപ്ഷനെ. എത്ര പേർക്ക് കിട്ടി ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട്? QPO എന്ന് എത്ര പേർക്ക് കിട്ടി? ഓക്കെ, QPO കിട്ടിയല്ലേ. ഓക്കെ, ഈസി അല്ലേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4 തന്നിട്ടുണ്ട്. വേഗം ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4 തന്നിട്ടുണ്ട്. വേഗം ആയിക്കോളൂ, വേഗം ചെയ്തോളൂ. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് ഇത് മനസ്സിലാവുന്നവരെ പറഞ്ഞു തന്നിട്ടേ നമ്മൾ പോവുള്ളൂ. ഇതിനടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4.
ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ ആൻസർ. ഓക്കെ, യെസ്, ആൻസർ കിട്ടിയോ? കമൻറ്റ് ചെയ്തോളൂ ആൻസറോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. മിസ് ABCD എഴുതുന്ന സമയത്ത് നിങ്ങളെല്ലാം ആൻസർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, കിട്ടിയോ ആൻസറോ? ആൻസർ കിട്ടി. ഓക്കെ, നമുക്കിനി ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. ഇതാണോ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? നിങ്ങൾ ആൻസറോ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആൻസർ പറയുന്നുണ്ട്, പിന്നെ അത് കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? നമുക്കത് ചെയ്ത് നോക്കാം. എങ്ങനെയാണിത്, കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, MNO. യെസ്, എവിടെയാണ് MNO? യെസ്, MNO അടുത്തടുത്ത് കിടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ MNO എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ദെൻ അത് ഇതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് NOP. എവിടെയാണ് NOP? ഓക്കെ, യെസ്, ഇത് അല്ലേ NOP, ഇവിടം വരെ. ദെൻ നെക്സ്റ്റ് വൺ ഏതാ പറഞ്ഞിരിക്കുന്നത്? PQR. യെസ്, ഈ PQR. ഈ PQR എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. നെക്സ്റ്റ് 2 പോർഷൻ വരും അല്ലേ ഇതിൻ്റെ. അപ്പം ഏതായിരിക്കും വരിക? QRS. നിങ്ങൾക്ക് QRS ആണോ കിട്ടിയത് ആൻസർ? ഓപ്ഷനിലുണ്ടോ QRS? യെസ്, ഓപ്ഷൻ C QRS. നിങ്ങൾക്കൊക്കെ QRS ആണോ ആൻസർ കിട്ടിയത്? QRS കിട്ടിയോ? ഓക്കെ, അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ കാര്യം? ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. ഓക്കെ, വേഗം വേഗം ചെയ്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം വേഗം ചെയ്തോളൂ. മിസ് ഇവിടെ ABCD എഴുതുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. കിട്ടിയോ ആൻസർ? 5ാമത്തേൻ്റെ ആൻസർ കിട്ടിയോ? 5ാമത്തേൻ്റെ ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? ആരും കമൻറ്റ് ഇട്ടിട്ടില്ലല്ലോ. 5ാമത്തേൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ? ഈസിയാണോ? ഓക്കെ, കമൻസ് ഒന്നും ഞാൻ കണ്ടില്ല. നിങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കിട്ടുന്നുണ്ടോ? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ചുമ്മാ കമൻസ് ഇടരുത്. കറക്റ്റായിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾക്ക് ഇടാനായിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, മിടുക്കന്മാരായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, കമൻസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണ് ചെയ്യാമെന്ന്. നിങ്ങളെല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മിസ്സിന് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവരുടെയും ആൻസർ ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടണ്ടല്ലേ? നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുകയെന്നുള്ളത് അല്ലേ. അപ്പോൾ DHL ആദ്യം പറഞ്ഞിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ DHL ആണല്ലേ. എവിടെ DHL? DHL. അപ്പോൾ എത്ര ഇടപെട്ടിട്ടാണ്? D കഴിഞ്ഞ് 1 2 3. ഓക്കെ, 3 ഡിഫറൻസ് ഉള്ളത് അല്ലേ ഇതിനകത്ത്. ദെൻ EIM. എവിടെയാണ് EM? യെസ്, EIM.
നോക്കാം. EIM അതും എത്രയാണ് ഡിഫറൻസ്? 1, 2, 3 ഡിഫറൻസിൽ തന്നിട്ടുണ്ട് അവർ. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? FJN. FJN എവിടെ പോയി? FJN എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. ഇവിടെയാണ് FJ. എവിടെയാണ് FJN? ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മളുടെ ചോദ്യം അല്ലേ? FJN ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും? നെക്സ്റ്റ് അല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലേ? അപ്പോൾ G അല്ലേ? F കഴിഞ്ഞാൽ അടുത്ത ഏതാ? G. അത് കഴിഞ്ഞാൽ 3 ഇടപെട്ടിട്ടല്ലേ? 1, 2, 3. അപ്പം 3 കഴിഞ്ഞിട്ട് ഏതാ ഉള്ളത്? K. അപ്പം ആദ്യം നമ്മൾ എന്തെഴുതണം? G എഴുതണം. പിന്നെ നമ്മൾ ഏതെഴുതണം? G കഴിഞ്ഞ് 3 കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? K എഴുതണം. K കിട്ടി. ദെൻ K കഴിഞ്ഞ് 3 കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് അതേതാണ്? O. GKO. നിങ്ങൾക്ക് കിട്ടിയോ ആൻസർ? GKO എന്നുള്ളത്. GKO ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനായിട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്യാൻ കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, നിങ്ങളെല്ലാം ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 കിട്ടുന്നുണ്ടോ? നിങ്ങൾ വേഗം ചെയ്തോളൂ കേട്ടോ. ആൻസർ കമൻറ്റ് ബോക്സിലിടും. കിട്ടിയെന്ന് തോന്നുന്നു. നിങ്ങൾക്കൊക്കെ ആൻസർ കിട്ടിയോ? ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ ആൻസർ. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനപ്പം ഇതെഴുതി. എല്ലാവരുടെയും ആൻസർ കറക്റ്റാണോ? ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ ആൻസർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ. കറക്റ്റായിട്ട് വേണം ആൻസർ ചെയ്യാൻ. കുറേ പേര് ശരിയാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ കുറേ പേര് ശരിയാക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ചിലരുടെ തെറ്റിയുണ്ടാവുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇതിനെങ്ങനെയാണിത് വരിക? KLM അല്ലേ? എവിടെയാണ് KLM? യെസ്, ഇവിടെയുണ്ട് KLM. ദെൻ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? JKL. എവിടെയാണ് JKL? ഇത് നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തു അല്ലേ? ഓക്കെ, JKL. ദെൻ HIJ. അപ്പം ഇതും പിന്നെ നെക്സ്റ്റ് പോർഷനും അല്ലേ? ഇത്രയും പോർഷനും കൂടി HIJ. അപ്പം HIJ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? ബാക്കിലേക്ക് പോകണ്ടേ? ഇത് ബാക്കിലേക്കല്ലേ പോയത്? അപ്പോൾ എന്താണ്? GHI-യുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കില്ലേ? അപ്പം GHI ആണ് ആൻസർ. നിങ്ങൾക്ക് കിട്ടിയിരുന്നോ GHI എന്നുള്ള ആൻസർ? GHI ആണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ? വെരി ഗുഡ്. GHU. അതെങ്ങനെ GHU കിട്ടിയത്? ഓക്കെ, കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണ ആൻസർ കേട്ടോ. ഇതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. വേഗം ആൻസർ ചെയ്തോളൂ കേട്ടോ. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
കിട്ടിയോ ആൻസർ? കിട്ടിയോ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ്? ക്വസ്റ്റ്യൻ നമ്പർ 7 GHI. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ ആൻസർ കിട്ടിയോ? മാറിപ്പോയത്? ഓക്കെ, സാരില്ല. ഓക്കെ ഓക്കെ, നിങ്ങൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മാറിപ്പോയതായിരിക്കും അല്ലേ? സാരില്ല കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഞാൻ വേഗം ചെയ്തോളൂ, സൂക്ഷിച്ച് ചെയ്തോളൂ കേട്ടോ. ടൈമുണ്ട്, നിങ്ങൾ പതുക്കെ സൂക്ഷിച്ച് കറക്റ്റായിട്ട് ചെയ്യണേ. ഓക്കെ, കുറേ പേര് ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ചിലവരുടെ ആൻസർ ഒന്നുകൂടി വെരിഫൈ ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്തോളൂ ചിലവരുടെ. പക്ഷെ ഓൾമോസ്റ്റ് കുറേ പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ പേരുടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ? എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, വെരി ഈസി, വെരി ഗുഡ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുക? XYZ എവിടെ? ഇതേപോലെ ഒരെണ്ണം നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തൂലേ? XYZ ഇതാണല്ലേ XYZ. ബാക്കിൽ നിന്ന് WXY. WXY, യെസ്, ഇവിടെ ഇത്രയും പൊസിഷൻ. ദെൻ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? STU ഇവിടെ തന്നിട്ടുണ്ട്. ഈ STU എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടുത്തെ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഇത് എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് വളരെ ഈസി എവിടെ കിടക്കണ്ടേ അല്ലേ? എങ്ങനെയാണിത്? ആദ്യത്തെ STUവിൻ്റെ തൊട്ട് പുറകിൽ ഒരു ലെറ്ററും പിന്നെ നെക്സ്റ്റ് ഉള്ള രണ്ടെണ്ണം കൂടി എടുക്കുക അല്ലേ? ഇങ്ങനെ എടുക്കുക. ഇതിനല്ലേ ഇവിടുത്തെ റിലേഷനും. അപ്പോൾ എന്താ? RST എന്നാണ് ആൻസർ വരിക. എല്ലാവർക്കും കിട്ടിയോ RST എന്നുള്ള ആൻസർ? ഓപ്ഷൻ നമ്പർ B. ഓപ്ഷൻ B ആണ്. RST എന്നാണ് അതിൻ്റെ ആൻസർ. യെസ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും RST എന്ന് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കുറേ പേരുടെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറയണു. ദെൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെൻ കണ്ടുപിടിച്ചോളൂ കേട്ടോ. വേഗം വേഗം കണ്ടുപിടിച്ചോളൂ. കണ്ടുപിടിച്ചു കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 കണ്ടുപിടിച്ചോ? ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ബബിൾ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ദെൻ നിങ്ങളത് കറക്റ്റായിട്ട് ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിന് ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് കറക്റ്റായിട്ട് വെളിയിൽ പോവാതെ ബബിൾ ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8. എത്ര പേർക്ക് കിട്ടി? എത്ര പേർക്ക് കിട്ടി? ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. ഇതല്ലാത്ത മോഡലും ഉണ്ട്, നമ്മൾ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ മോഡലിലേക്ക് പോകും. അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരും. ഇതല്ലാണ്ട് മറ്റേ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ലെറ്റർ അനാലജിയാണ് പഠിക്കുന്നത്. ലെറ്റർ അനാലജിയും നമ്പർ അനാലജിയും നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ലെറ്റർ അനാലജിയും നമ്പർ അനാലജിയും കൂടി മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 2017 ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു സൊല്യൂഷൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാനിത് ലാസ്റ്റ് ഇടാം കേട്ടോ. അതായത് ഈ ടോപ്പിക്ക് തീരണം. അപ്പം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ,
ഇതിൻ്റെ ആൻസർ കിട്ടിയോ? എന്താണ്? BAC. BAC എന്ത് പറ്റി? എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? ആരുടെയും കമൻസ് കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? അറിയില്ല. എന്ത് പറ്റി? കിട്ടുന്നില്ല. അറിയില്ല. ഓക്കെ, അത് പാറ്റേൺ മാറി, വേറൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് ഞാൻ പാറ്റേൺ മാറ്റി. ഓക്കെ, ഇപ്പം നമ്മൾ ഒരേ മോഡലല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഒന്ന് ചെറുതാക്കി മാറ്റിയതാണ് കേട്ടോ. പേടിക്കണ്ട, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാമെന്ന്, എങ്ങനെയാണിത് ആൻസർ കണ്ടുപിടിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ എന്താ തന്നിരിക്കുന്നത് നമുക്ക്? ഓക്കെ, ദെൻ ബി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റത്തെ എന്താണ്? BAC എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം ബി എത്രാമത്തെയാണ് ഇതിനകത്ത്? 1 2 3 4, ഇതിൽ രണ്ടാമത്തെയാണ് അല്ലേ ബി എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ തന്നിരിക്കുന്നത്? EDC എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ തന്നിരിക്കുന്ന റിലേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. BAC ആൻഡ് EDC എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളാണ്, രണ്ടാമത്തെ ആളാണ്. ഇ എന്ന് പറയുന്നത് എത്രാമത്തെ ആളാണ്? അഞ്ചാമത്തെ ആളാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം, ബി കഴിഞ്ഞ എത്രാമത്തെ ആളാണ് ഇ എന്ന് പറയുന്നത്? ബി കഴിഞ്ഞ 1 2 3. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? +3 ആണ് അല്ലേ. അതായത് ബി കഴിഞ്ഞ് ഇയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 3 കൂട്ടിയതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ എ കഴിഞ്ഞു ഡിയിലേക്കുള്ള ദൂരം. എ എത്രാമത്തെ ആളാണ്? 1ാമത്തെ ആളാണ്. ഡി എത്രാമത്തെ ആളാണ്? 4ാമത്തെ ആളാണ്. അപ്പം എയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര ദൂരം പിന്നിട്ടിട്ടുണ്ട്? +3. മുന്നോട്ടല്ലേ പോകുന്നത്, അപ്പോൾ +3 ആഡ് ചെയ്തിട്ടാണ്. ലാസ്റ്റ് ഇവിടെ സിയും തന്നെയാണ്. അപ്പം ഇവിടെ ഒരു ഡിസ്റ്റൻസുള്ള സെയിം തന്നെയാണ് അല്ലേ, 0. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട റിലേഷൻ എന്താ? GFE ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട റിലേഷൻ. ആ റിലേഷനിൽ ഇത് തന്നെയല്ലേ അപ്ലൈ ചെയ്യേണ്ടത്? ഇതേ റിലേഷൻ അല്ലേ അവിടെ വരാം. അതായത് ബി കഴിഞ്ഞ് ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ ഇവിടെ ജി കഴിഞ്ഞിട്ട്, എവിടെ നമ്മുടെ ജി 7 8, അപ്പം ജി കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് അല്ലേ. അപ്പം ജി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 കഴിഞ്ഞ് എവിടെയാണ്? HIJ. എവിടെ വരും ആൻസർ? ജെയിൽ വരും അല്ലേ. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ജെ വരും അല്ലേ. എച്ച് കഴിഞ്ഞ് 3ാമത്തതല്ലേ, സോറി ജി കഴിഞ്ഞ് 3ാമത്തതല്ലേ. ജി ഇവിടെ ഉണ്ട്, 1 2 ഓക്കെ, സോറി ഓക്കെ, ഇത് 3ാമത്തതല്ലേ, സോറി. ഓക്കെ, അപ്പം ഇത് 3ാമത്തതല്ലേ, 1 2 3ാമത്തതാണ് അല്ലേ. അപ്പം നമുക്കിവിടെ ചെയ്യുന്ന എഴുതി. ദെൻ എഫ് കഴിഞ്ഞിട്ടോ, എഫ് കഴിഞ്ഞ് 3ാമത്തെ ഏതാ? 1 2 3. അപ്പോൾ ഏതാ? ഐ അല്ലേ വരാം. എഫ് കഴിഞ്ഞ് 3ാമത്തെ ആളെന്ന് പറഞ്ഞത് ഐ ആണ് അല്ലേ. ഈ അതേപോലെ, കാരണം ഈ കഴിഞ്ഞിട്ട് ഡിഫറൻസ് ഇല്ലല്ലോ, അപ്പം ഈ അതേപോലെ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? JIE ആണ് ഓപ്ഷൻ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇത് മനസ്സിലായോ? JIE ആണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾക്കിത് മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോയാലോ, അടുത്ത പ്രോബ്ലമായിട്ട് പോയാലോ. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കിട്ടുന്നില്ല. ഇപ്പോൾ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാർട്ട് ഇമോജി ഇടാമോ? ഹാർട്ട് എങ്കിലാണ് മിസ്സിന് ഇതൊക്കെ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ പ്രോബ്ലംസ് ആയിരിക്കും ഇനി നമുക്ക് അങ്ങോട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഹാർട്ടിൻ്റെ ഇമോജി 2 ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായില്ല? ഒന്നും കൂടി പറഞ്ഞായിരുന്നോ ഇത്? ഒന്നും കൂടി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തായിരുന്നോ? ഓക്കെ, വേഗം വേഗം കമൻസ് ഇട്ടോളൂ കേട്ടോ, എങ്കിലാണ് എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാട്ടോ. ഇതാ, അതായത് ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? BAC ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, BAC ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അല്ല സോറി, BAC തന്നിട്ടുണ്ട് അല്ലേ? റിലേഷൻ B ഇവിടെ തന്നിട്ടുണ്ട്. BACക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് EDC എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം B കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെയാണ് CDE എന്ന് പറയുന്നത്? സോറി, C എഴുതിയില്ല. ഓക്കെ ഓക്കെ, B കഴിഞ്ഞു കഴിഞ്ഞാൽ E. അപ്പോൾ B കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെയാണ് E എന്ന് പറയണത്? 1, 2, മൂന്നാമത്തെ ആളാണ് അല്ലേ? അപ്പം ഇവിടെ എത്ര വ്യത്യാസമാണുള്ളത്? +3യുടെ വ്യത്യാസമാണുള്ളത് അല്ലേ? നമ്മൾ ABCD എഴുതി നോക്കുമ്പോൾ B കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളാണ് E എന്ന് പറയുന്നത്. അതുപോലെ A കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ ആളാണ് D എന്ന് പറയുന്നത്? ABCD. എത്രാമത്തെ ആളാണ് D എന്ന് പറയുന്നത്? 1. A കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ B തുടങ്ങിയല്ലേ കൗണ്ട് ചെയ്യേണ്ടത്? 1, 2, മൂന്നാമത്തെ ആളാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 +3 എന്ന് പറയുന്നത് 3 പൊസിഷൻ മുന്നോട്ട്. ഇപ്പം ഇത് മൈനസ് ബാക്കോട്ടാണെങ്കിൽ ഇപ്പോൾ D ആയിരുന്നു ഇവിടെ തന്നിരുന്നെങ്കിൽ എയിൽ, ഇപ്പം ആദ്യത്തെ ഇത് EDC ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കോട്ട് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇവിടെ +3 ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇതുമില്ല, സെയിം ഇത് തന്നെയാണുള്ളത്, സെയിം ലെറ്റർ തന്നെയാണ്. അപ്പോൾ 0 ആണ് അല്ലേ? C തന്നെയാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ നെക്സ്റ്റിൽ എന്താണോ ലാസ്റ്റ് കിടക്കുന്നത് അത് തന്നെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്താ? GFE ആണ് നമുക്ക് തന്നിരിക്കുന്നത്. GFE. അപ്പോൾ G കഴിഞ്ഞ് കഴിഞ്ഞാൽ FGHIJK. ഓക്കെ, അപ്പോൾ G കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആൾ എവിടെയാണ് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? മൂന്നാമത്തെ ഈ റിലേഷൻ അങ്ങനെയാണല്ലോ. അപ്പോൾ അതേപോലത്തെ റിലേഷൻ ആയിരിക്കും അടുത്ത പേരിലും ഉണ്ടാവാം. അപ്പം G കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2 അല്ലേ? G കഴിഞ്ഞ് G അല്ലേ തന്നിരിക്കുന്നത്? G കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, 3 മൂന്നാമത്തെ ആളെ വേണം അല്ലേ? അപ്പം G 1, 2, 3 J ആണ് അല്ലേ വരാം? G കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആളേതാ? J ആണ് ഇവിടെ വരാം. ദെൻ അടുത്ത എന്താ? F കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളേതാ? കാരണം ഇവിടെ A കഴിഞ്ഞ് കഴിഞ്ഞാൽ D ആണ്, അത് 3 ആണ് അല്ലേ? അപ്പം F കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളേതാ? 1, 2, 3 I ആണ് അല്ലേ? പിന്നെ ഈ വ്യത്യാസമൊന്നുമില്ല, ഈ അങ്ങനെ തന്നെ ഇടണമെന്നാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം JIE ഇതാണ് ആൻസർ. ഓപ്ഷൻ A ആണ് ആൻസർ. ഒന്നും കൂടി പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി പ്രാക്ടീസാണ് കേട്ടോ വേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? പ്രാക്ടീസാണ് വേണ്ടത്. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ മോഡലായിരിക്കാം, ചിലപ്പോൾ പ്രീവിയസ് മോഡലായിരിക്കാം. കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് ആൻസർ ചെയ്തോളൂ. കിട്ടിയോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക്? ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 9. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ട്രൈ ചെയ്തോളൂ കേട്ടോ, ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോയെന്ന്. കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, കുറേ പേര് കമൻസ് ഇട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതെന്താണ്? നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, LMN എവിടെ? LMN യെസ്,
ഇവിടെ LMN എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പം നെക്സ്റ്റ് റിലേഷൻ എന്താ തന്നിരിക്കുന്നത്? RST. എത്ര എണ്ണം വിട്ടിട്ടാണ് ഇവർ തന്നിരിക്കുന്നത്? RST 1 2 3 എണ്ണം വിട്ടിട്ടാണ് അല്ലേ RST ഉള്ളത്. ഓക്കെ, ദെൻ RST. ഓക്കെ, ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഏതാണ്? DEF ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. DEF. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 എണ്ണം വിടണം അല്ലേ. 3 എണ്ണം വിറ്റിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. 1 2 3 എണ്ണം വിറ്റു. ഇതിന് ഏതാണ്? JKL. JKL ഓപ്ഷനിൽ? JKL ഓപ്ഷനിലുണ്ടോ? യെസ്, JKL ഓപ്ഷൻ ബി. നിങ്ങൾക്ക് കിട്ടിയോ? ഓപ്ഷൻ ബി JKLS. ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതിൽ ഡൗട്ടൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ വേഗം വേഗം ചെയ്തോളൂ കേട്ടോ. ആരാണ് ഇതിനകത്ത് വേഗം കണ്ടുപിടിക്കണേ നമുക്ക് നോക്കാം. വേഗം ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയോ ആൻസർ? എത്ര പേർക്ക് കിട്ടി ഇതിൻ്റെ ആൻസർ? കിട്ടിയില്ല. ഓക്കെ, കുറേ പേര് ആൻസർ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം ഇത് കറക്റ്റ് ആണോ ആൻസർ എന്നുള്ളത്. നമുക്ക് ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരുടെയും ആൻസർ പറയട്ടെ. ഓക്കെ, ലക്ഷ്മി വേണുഗോപാൽ ഫസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പം എല്ലാവരുടെയും ആൻസർ പറയട്ടെ. നിങ്ങളൊക്കെ ചെയ്യണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണ്ടേ? എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, then എല്ലാവരുടെയും തീർന്നോ? ആൻസർ ചെയ്ത് കഴിഞ്ഞോ? നമുക്കിന്നെ ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, then നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പം AZ തന്നിട്ടുണ്ട് അല്ലേ. AZ. A ഫസ്റ്റ് ലെറ്റർ ആണ് ആൽഫബറ്റ്സിൽ. ദെൻ ലാസ്റ്റ് ലെറ്റർ ആണ് തന്നിരിക്കുന്നത് Z. ഓക്കെ, BY. അപ്പോൾ അതിൻ്റെ റിലേഷൻ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയില്ലേ. എന്താണ്? B സെക്കൻഡ് ലെറ്റർ ആണ്, ലാസ്റ്റിൽ നിന്ന് സെക്കൻഡ് ആണ് ആര്? Y എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CXന് കറസ്പോണ്ടിങ് ആയിട്ട് C തേർഡ് ലെറ്റർ ആണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. ദെൻ ലാസ്റ്റിൽ നോക്കുമ്പോൾ X തേർഡ് വൺ ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് റിലേഷൻ എന്തായിരിക്കും? യെസ്, DW. ഓപ്ഷൻ എ. എത്ര പേർക്ക് കിട്ടി ഓപ്ഷൻ എ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ. DW എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദെൻ ഇവിടെ തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. ദെൻ എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കും. വേഗം ഓപ്ഷൻസ് പറഞ്ഞോളൂ. വേഗം ചെയ്തോളൂ കേട്ടോ. ദെൻ നമുക്ക് ഇത് ഈസി അല്ലേ? ഈസി ആയിട്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ, കിട്ടുന്നുണ്ട്. കിട്ടി, ബട്ട് ആൻസർ എവിടെ? ആൻസറും കൂടി മെൻഷൻ ചെയ്യണേ. ചിലർ കിട്ടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യും, നല്ല കുട്ടികളാണ്. പക്ഷെ ആൻസർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദെൻ ഇതിൻ്റെ ആൻസർ വേഗം കമൻറ്റ് ചെയ്തോളൂ.
ഓക്കെ, കുറേ പേര് ചെയ്യുന്നുണ്ട്. ആ ഓക്കെ, സ്വപ്ന സന്തോഷ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞോ? എന്നാൽ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ആൻസർ എല്ലാവരും ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ആൻസർ വരാമെന്ന്. എല്ലാവരുടെയും തീർന്നില്ലേ? എല്ലാവരും ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇത് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ആൻസർ വരാമെന്ന്. ABC, ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ABC. ഓക്കെ, ZYX ബാക്ക് ചെയ്യുന്നല്ലേ, ZYX ഇവിടെ ഉണ്ട്. ദെൻ DEF എവിടെ? DEF, യെസ്. അപ്പോൾ DEFന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിൽ നിന്ന് വരണ്ടേ? അപ്പം WVU, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? WVU എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. യെസ്, ഓപ്ഷൻ ഡിയിൽ WVU. നിങ്ങൾക്ക് കിട്ടിയോ ഇത്? WVU. ഓക്കെ, കിട്ടിയിരുന്നു അല്ലേ? ഒരു ഡൗട്ടും ഇല്ല, ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, സ്വപ്ന സന്തോഷ് പറയണോ? ലക്ഷ്മി എന്നാണ് പേര്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ, വേഗം വേഗം ചെയ്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കിട്ടിയോ ഇതിൻ്റെ ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 12ൻ്റെ ആൻസർ കിട്ടിയോ? ക്വസ്റ്റ്യൻ നമ്പർ 12ൻ്റെ ആൻസർ കിട്ടിയോ? ക്വസ്റ്റ്യൻ നമ്പർ 12ൻ്റെ ആൻസർ കിട്ടി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെ ആൻസർ കമൻറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണപ്പോൾ. ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യൂ അല്ലേ? ഇങ്ങനത്തെ ഒരു പാറ്റേൺ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ കറക്റ്റായിട്ട് ചെയ്യില്ലേ? ഓക്കെ, നമുക്കിനി ഇത് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരാമെന്ന്, ആൻസർ വരാമെന്ന്. ഓക്കെ, ദെൻ CDE എവിടെ? CDE ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? FGH, യെസ്. ഈ രണ്ട് പാറ്റേൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ KLM എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എന്താ നെക്സ്റ്റ് കിടക്കുന്നത്? ഒന്നും ചെയ്യാനില്ല അല്ലേ ഇതിനകത്ത്? നെക്സ്റ്റ് കിടക്കുന്ന 3 ലെറ്റേഴ്സ് എഴുതിയാൽ മതി. NOP. നിങ്ങൾക്ക് കിട്ടിയിരുന്നോ NOP? യെസ്, NOP കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ച് ചെയ്യാം. പാറ്റേൺ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മാറുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാം. കിട്ടിയോ ആൻസർ? എത്ര പേർക്ക് കിട്ടി 13ാമത്തെ ആൻസർ?
13ാമത്തെ ആൻസർ വേഗം പറയണം കേട്ടോ. 13ാമത്തെ ആൻസർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി നോക്കട്ടെ 13ാമത്തെ ആൻസർ. ആൻസർ ഓക്കെ, വേഗം ചെയ്തോളൂ. 13ാമത്തെ ആൻസർ വേഗം കമൻറ്റ് ചെയ്തോളൂ. വേഗം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. 13ാമത്തെ ആൻസർ ആർക്കും കിട്ടുന്നില്ല. 13ാമത്തെ ആൻസർ യെസ്, ലക്ഷ്മി. യെസ്, ഓക്കെ. ആൻസർ കിട്ടുന്നുണ്ടോ? MP അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത്? MP നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഓക്കെ, കിട്ടുന്നുണ്ടോ? ഓക്കെ, കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന്. ഇത് മനസ്സിലായല്ലേ ഈ ടോപ്പിക്ക്? ഓക്കെ, കുറേ പേർക്ക് മനസ്സിലായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യാമെന്നല്ലേ. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. BDS BDF അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ തന്നിരിക്കുന്നത്? EG J എന്ന് തന്നിട്ട്. അപ്പോൾ B കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് E ഉള്ളത്? B കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 അല്ലേ. അപ്പം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ആക്ച്വലി +3 മുന്നോട്ടാണ് ഇത് പോകുന്നത് അല്ലേ. അപ്പോൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് എന്താണ്? B കഴിഞ്ഞ് കഴിഞ്ഞാൽ E എന്ന് പറയുന്നത് 3ാമത്തെ ലെറ്ററാണ്. സോ D കഴിഞ്ഞ് കഴിഞ്ഞാൽ G എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാണ്? ഈ D കഴിഞ്ഞ് കഴിഞ്ഞാൽ G 1 2 3 3ാമത്തെ അല്ലേ. അതും ഫോർവേഡ് മുന്നോട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ്? മുന്നോട്ട് +3 എന്ന് പറയാം നമുക്ക്. +3 ആണ്. ദെൻ Fഉം Jയുമായിട്ട് റിലേഷൻ എന്താ? Fഉം Jയുമായിട്ടുള്ളത് ഇവിടെ നമ്മുടെ F ഉണ്ട്. F കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4ാമത്തെ ആളാണ് ആര്? J എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? +4 എന്ന് പറയാം അല്ലേ. ഇതാണ് ഫസ്റ്റ് തന്നിരിക്കുന്നതിൻ്റെ റിലേഷൻ. ഈ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പെയറിൻ്റെ റിലേഷൻ ഇതാണ്. ഇതിന് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? HJL ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ H എവിടെ? യെസ്, H ഇവിടെ ഉണ്ട്. H കഴിഞ്ഞിട്ട് എത്രാമത്തെയാണ്? ഫസ്റ്റ് 3 കഴിഞ്ഞിട്ടുള്ളത് അല്ലേ. H കഴിഞ്ഞാൽ 1 2 3. അപ്പോൾ K അല്ലേ വരാം. H കഴിഞ്ഞാൽ 3ാമത്തെ +3 എന്ന് പറഞ്ഞാൽ ഏതാ വരാം? K ആണ് അല്ലേ വരാം. ദെൻ J കഴിഞ്ഞാലും 3 3ാമത്തെ അല്ലേ. J കഴിഞ്ഞാൽ 3ാമത്തെ നമ്മൾ നോക്കുമ്പോൾ ഏതാ? 1 2 3. അപ്പോൾ ഏതാ? +3. J കഴിഞ്ഞ് ഏതായിരുന്നു? 1 2 3 M അല്ലേ. യെസ്, M. ദെൻ ലാസ്റ്റ് വൺ എന്തായിരുന്നു റിലേഷൻ? +4 ആയിരുന്നു അല്ലേ. ദെൻ +4 എന്ന് പറയുമ്പോൾ L കഴിഞ്ഞാൽ 4ാമത്തെ ആളാരാ? 1 2 3 4. യെസ്, P ആണ് അല്ലേ. ഇതിന് ഏതാ നമ്മളുടെ ഓപ്ഷൻ? KMP എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. യെസ്, KMP എന്ന് പറയുന്നത് ഡിയിലുണ്ട്. അപ്പോൾ ഏതാ നമ്മളുടെ ആൻസർ? KMP. ഈസി അല്ലേ? ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ ഈ ടോപ്പിക്കും? ക്ലിയർ അല്ലേ? ഓക്കെ, ഈസി. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ഓക്കെ. KMP ഈസി അല്ലേ? നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തംസപ്പ് ഇട്ടേ. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇപ്പം ഇന്നെടുത്ത എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തംസപ്പ് ഇടും. എങ്കിലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈസിയാണോ ടഫാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ നിങ്ങൾ ആ തംസപ്പ് ഇട്ടാൽ മാത്രമാണ് മിസ്സിനത് മനസ്സിലാവുള്ളൂ. ഓക്കെ,
നിങ്ങൾ ആൻസർ കറക്റ്റായിട്ടാണോ ജെനുവിനായിട്ടാണോ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. പ്രീവിയസ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്തവർ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളുടെ എജു വൈബിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസ്. അപ്പം അതൊക്കെ കയറി കാണാം, തന്നെത്താനെ ചെയ്തു നോക്കുക, ദെൻ ആൻസറിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും മിസ്സാക്കരുത്. എന്താണെങ്കിലും എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, പുതിയ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച യൂട്യൂബിൽ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സുകൾ കാണാം. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ബെൽ ബട്ടൺ അമർത്താം, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നത്. ചിലപ്പം ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസും ഒക്കെ ഇടും. അപ്പം നിങ്ങൾക്ക് അപ്പം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുള്ളൂ. അതുകൊണ്ട് അതാരും മറക്കരുത് കേട്ടോ.